അങ്ങനെ ഞങ്ങൾ കല്യാണത്തിനായിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ട്രെയിനിലിരുന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു അവിടെയൊക്കെ. എന്നാലും ഞങ്ങളുടെ നാട്ടിൽ മഴ അധികം ഇല്ലായിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേനും. അങ്ങനെ ഹരിതവനങ്ങളെല്ലാം കണ്ട് അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് മീൻ കണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ വന്ന് ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ മീൻ വയ്ക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു. ഉറക്കക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പം തന്നെ അമ്മയ്ക്കും വലിയ സന്തോഷമായി. പിന്നെ ഇത് കണവ മീൻ, അങ്ങനെ കുറേ മീനുകളൊക്കെ വാങ്ങി. പിന്നെ ഇതൊക്കെ വയ്ക്കുന്നതായിരുന്നു അന്നത്തെ ജോലി. പിന്നെ ഞാനും അമ്മയും കൂടെ വേഗം തന്നെയൊക്കെ സ്പീഡിലെല്ലാം ആക്കി ഒന്ന് വച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂർ മീൻ കിട്ടാൻ നല്ല ഫ്രഷ് മീൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ മീൻ കാണുമ്പോൾ ഉള്ളൊരു ഭയങ്കര എന്തു പറയുക, ഒരു ആക്രാന്തം. അതുകൊണ്ട് കൈ കിട്ടുന്നതെല്ലാം വാങ്ങും, കുറേ മീനുകൾ. അങ്ങനെ ഞാൻ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചു. ഇനി വയ്ക്കുന്ന ജോലിയാണ്. കുറേ എല്ലാം ഫ്രൈ ചെയ്തു, പിന്നെ കുറേ കറിയെല്ലാം വെച്ചു. പിന്നെ ഞങ്ങൾ ഉച്ചയായി അപ്പോഴത്തേനും പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരുന്നു. മൺചട്ടിയിലാണ് വയ്ക്കുന്നത് നാട്ടിൽ. പിന്നെ അതുപോലെ ചിരട്ടയുടെ തവി അതെല്ലാമാണ് അമ്മ അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു. ഇത് പിന്നെ പുതിയ നെയിൽസൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തൊക്കെ വെച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ഷോ കാണിക്കുന്നതാണ് ചോറ് വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ. അങ്ങനെ നല്ല മീൻ കറിയും പൊരിച്ച മീനും അച്ചാറും ഒക്കെ വെച്ചിട്ട് ഞങ്ങളവിടെ ഇരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കോലമാണ് നമ്മുടെ. പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി കുറച്ച് കല്യാണ വീട്ടിലേക്ക് പോകാനുണ്ട്. കല്യാണ തലേ ദിവസമാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് പോകണം. കല്യാണ വീട്ടിലേക്ക് പോവേണ്ടതുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം കഴിച്ച് എല്ലാം റെഡിയായി. പിന്നെ ഇപ്പോൾ ഇനി അച്ചാമ്മ ഇങ്ങനെ ഇട്ട് സൗന്ദര്യം നോക്കായിരുന്നു അവളെ ഒരു ജോലി. അമ്മ പിന്നെ എല്ലാത്തിനും ഗ്ലസ്സൊക്കെ ഇട്ടിട്ട് കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എൻ്റെ പാത്രത്തിൻ്റെ ഒരവസ്ഥ ഇതൊക്കെയാണ്. അത് എപ്പോഴായിരുന്നാലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാഷ് ചെയ്യണമായിരുന്നു. അവിടെ ഒരു അടപ്പ് കെട്ടി ഇപ്പം നമ്മൾ മുഖത്ത് എല്ലാം തേച്ച് നല്ല ക്ലീൻ ആക്കി തേച്ചിട്ടുണ്ട്. ഞാനും അമ്മായിയമ്മയും കൂടെയാണ് ഇതൊക്കെ തേച്ചത്. പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോവില്ല, അപ്പം കുറച്ച് നല്ല ക്ലിയർ ആയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓൾറെഡി നമുക്ക് രണ്ടുപേർക്കും ഈ കുടുംബത്തിൽ എല്ലാവരെക്കാട്ടി നല്ല വെളുപ്പും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒന്ന് എക്സ്ട്രാ കൂടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ തേച്ച് മിനുക്കുന്നത്. ഇനി നാളെ നിങ്ങൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പം പറയണം എങ്ങനെയുണ്ട്, എങ്ങനെയാണ്, കൊള്ളാമോ തേച്ചിട്ട് എന്നൊക്കെ പറയണം. മുഖത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ അമ്മായിയമ്മയും മരുമോളെന്നും ഒരിടം കണ്ടിട്ടില്ലായിരിക്കും അല്ലേ? അടിയും വയ്ക്കും. നമ്മൾ ഇതുപോലത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുളിച്ചൊരുങ്ങി ഞാനും അമ്മയും കൂടെ കല്യാണ വീട്ടിലോട്ട് പോവുകയാണ്. ചേട്ടൻ്റെ കസിൻ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണം. പൊന്നി നേരത്തെ തന്നെ അങ്ങോട്ട് പോയി. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഇനി പോയിട്ട് താഴെ കുട്ടൻ ചേട്ടൻ്റെ വീട്ടിലും കൂടെ പോയി അവിടെ നിന്ന് അവരും എല്ലാവരും കൂടെ ആയിട്ട് ഒരുമിച്ചാണ് പോകണത്. അപ്പോൾ ഞാനും അമ്മയും റെഡി ആയിട്ടുണ്ട്. ഞാനും അമ്മയൊക്കെ വെട്ടിത്തിളങ്ങുന്നെന്ന് തോന്നുന്നു. ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇരുട്ട് കയറി കിടക്കുകയാണ്. അതുകൊണ്ട് മഴയുടെ അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ അധികം പ്രകാശം ഇല്ലാത്തത്. അപ്പം നമ്മൾ മുഖമൊക്കെ മിനുക്കി നല്ല ഇതാക്കി ഇപ്പം താഴോട്ട് കല്യാണ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ കാണാം. ഈ മഴയൊക്കെ കാരണമാണ് ഇങ്ങനെ ഈ നമ്മുടെ മതിലൊക്കെ ഈ പച്ച കളറിൽ കാണുന്നത്. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പം തൊട്ടടുത്ത് തന്നെയാണ് കല്യാണ വീട്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ വീടെല്ലാം പൂട്ടി ഞാനും അമ്മയും കൂടെ പോകാൻ തുടങ്ങി. അമ്മ നല്ല പൂട്ടയാണ്. ബാങ്കിലെ ഉദ്യോഗസ്ഥർ പോലും ഇങ്ങനെ പൂട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കുട്ടൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തി. ഇവിടെ നിറച്ച് തുളസിച്ചെടിയാണ്. ഈ നിൽക്കുന്നതെല്ലാം തുളസിച്ചെടിയാണ്. ഒരുപാട് തുളസിയുണ്ട്.
പിന്നെ അവർ നേരെ പോയി ഒരു സർപ്രൈസായിട്ട് വിളിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ പോക്ക്. അപ്പം നമ്മളെല്ലാവരും പോവുകയാണ്. ഇനി അവിടെ ബാക്കിയുള്ളവരിവിടെ 2 അമ്മൂമ്മമാരെന്താ പോണ്, ഒരു അനിയത്തിയും. സിന്ധു വല്യമ്മയും കാത്തു നിൽക്കുന്ന അങ്ങനെ ഞങ്ങളിതാ ഉണ്ണിയുടെ വീട്ടിലോട്ട്. ഹായ്, അവിടെ വെച്ച് പറഞ്ഞെല്ലാം പറഞ്ഞോട്. ഇപ്പൊ നാണക്കേട് പറയൂ. എവളാണ് അമ്മയുടെ ഏറ്റവും ചെറിയ ഫാന്. അപ്പൊ എന്റെ വീഡിയോ ഒക്കെ കാണോ? കമന്റ് ഇടും. മെസ്സേജ് ഒന്നും കാണാക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അവളങ്ങ് ബാംഗ്ലൂരിൽ ചെന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ വരും. അമ്മ അറിഞ്ഞൂടാ, അറിയില്ല. ബ്ലൗസ് ശാലുണ്ട്. അമ്മ
പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ തന്നു. ഇന്നലെ ഇടിയപ്പവും കറിയൊക്കെ ആയിരുന്നു. ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടെത്തി. ഞാനും അമ്മയും കൂടെ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിപ്പും വരെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ വീട്ടിലെത്തി വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ അപ്പോഴത്തേനും അവിടെ നിന്ന് സ്വാമിയെ കൊണ്ടുവന്നു. എല്ലാ വീടുകളിലും കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണിത്. കോവിലിലെ ഒരു പ്രതിമ തന്നെയാണ് പ്രതിമ എടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത്. പ്രതിഷ്ഠ, ദൈവത്തിൻ്റെ പ്രതിഷ്ഠയാണ് ഈ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്തൊക്കെ തന്നെ കൊട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ വേഗം വീട്ടിലോട്ട് വന്ന് വിളക്കൊക്കെ വയ്ക്കാൻ തുടങ്ങി.